അതുകൊണ്ട് വചന വായനയും ഭയങ്കര സ്നേഹത്തോടെ വേണം വചനം വായിക്കാൻ. നിങ്ങൾ വചനം വായിക്കണ പലരും സാങ്കേതികമായിട്ടാണ് വായിക്കണത്. ഇപ്പം ഞാനൊക്കെ വായിക്കുമ്പോൾ കണ്ണ് നിറയും. അത് ഇന്ന സമയമൊന്നുമില്ല, സമയം പരിശുദ്ധാത്മാവ് തോന്നിക്കണ എല്ലാ സമയത്തും ഞാൻ വചനം വായിക്കുമ്പോൾ തന്നെ കയ്യിലെടുക്കുമ്പോൾ തന്നെ നമുക്കൊരു വൈബ്രേഷൻ ഉണ്ടാകും. വചനം എന്നുകൊണ്ട് അത്ര അനോയിൻറ്റിൽ എഴുതിയിരിക്കുന്ന സംഭവമാണ്. നിങ്ങളെ സാധാരണ പുസ്തകം എടുക്കണ പോലെ ബൈബിൾ എടുക്കുമ്പോഴാണ് ഈ കുഴപ്പമുണ്ടാകുന്നത്. എന്നിട്ട് ചരിത്രം വായിക്കുന്ന പോലെ വായിക്കും. അതല്ല സംഭവം. ഈ വചനം തന്നെ ആദ്യം വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പം ദൈവത്തെ നമ്മൾ കയ്യിലെടുക്കുകയാണ് അക്ഷരരൂപത്തിൽ. അത് വായിച്ച് ശബ്ദം കൊടുക്കുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കുകയാണ് എന്നുള്ള ബോധ്യത്തിൽ നമ്മൾ കൃത്യമായിട്ടാണ് വചനം വായിക്കണമെങ്കിൽ നിങ്ങൾ വചനം എടുക്കുമ്പോൾ തന്നെ വായിക്കരുത്. വചനം വായിക്കരുത്. ഉടമ്പടിയിൽ അരമണിക്കൂർ വചനമാനയില്ലേ, അരമണിക്കൂർ വചനം അപ്പം തന്നെ എടുക്കുമ്പോൾ തന്നെ വചനം വായിക്കരുത്. എടുത്തിട്ട് 5 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് വെറുതെ ഇരിക്കണം, മൗനമായിട്ടിരിക്കണം. എന്താണ്? കർത്താവ് എന്നോട് സംസാരിക്കാൻ പോവുകയാണെന്നുള്ള ഒരു ഒരുക്കം, മാനസിക ഒരുക്കം ഉണ്ടാകണം. കർത്താവ് എന്നോട് ഇപ്പോൾ സംസാരിക്കും. എന്നിട്ട് വേണം നിങ്ങൾ ഇത് വായിക്കാൻ. വായിച്ചു വരുമ്പോൾ ഒരു 2 സെൻറ്റൻസൊക്കെ വായിച്ചിട്ട് ഒരു സ്വർഗ്ഗസ്ഥനായ പിതാവ് ചെല്ലണം, ഒരു നന്മ നിറഞ്ഞവരെയും ചെല്ലണം. അപ്പോൾ നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥന കിട്ടും. എന്നിട്ട് പിന്നെയും വായിക്കണം, പിന്നെ ഒരു സ്വർഗ്ഗസ്ഥനായ ചെല്ലണം, ഒരു നന്മ നിറഞ്ഞവരെയും ചെല്ലണം. കാരണം ഈ സ്വർഗ്ഗസ്ഥനായ പിതാവ് നന്മ നിറഞ്ഞു പറയുമെന്ന് വെച്ചാൽ ഇട്ടിവിട്ട് പ്രാർത്ഥനയാണ്, മുഴുവൻ വചനമാണ്. അതിലൊന്നും ഒന്നും തിരിയാനൊന്നുമില്ല. നിങ്ങളെ കസ്തർക്കാൻ വസ്ത്രം കയ്യിൽ നിന്നൊക്കെ ഇട്ട് സ്വയം പ്രേരിത പ്രാർത്ഥന ചെല്ലുമ്പോൾ മുഴുവൻ നിങ്ങളുടെ പ്രാർത്ഥനയല്ലേ, അതിൻ്റെ അകത്ത് ദൈവവചനം ഇരിക്കണേ. പക്ഷേ നന്മ നിറഞ്ഞ മറിയത്തിൽ മുഴുവൻ ദൈവവചനമാണ്, സ്വർഗ്ഗസ്ഥനായ പിതാവിൽ മുഴുവനും ദൈവവചനമാണ്. അപ്പോൾ ഇത് നമ്മൾ വചനമായിരിക്കുമ്പോൾ ദൈവവചനം തന്നെ പ്രാർത്ഥനയുടെ ഭാഗമാക്കാൻ നോക്കണം. അപ്പം അത് ദൈവവചനം വായിച്ചു കഴിയുമ്പോൾ പിന്നെ കർത്താവ് തോന്നും സംഭവം നമ്മൾ സീരിയസ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ കർത്താവ് നമ്മളെ ഇൻട്രാക്ട് ചെയ്യാൻ നോക്കും. നമ്മളുമായിട്ട് നമ്മുടെ ജീവിതമായിട്ട് പോകുന്ന കാര്യങ്ങൾ കർത്താവ് സംസാരിക്കും വചനത്തിലൂടെ. കൂട്ടിക്കണക്കിന് മനുഷ്യരോടാണ് കർത്താവ് ഓരോ നിമിഷവും സംസാരിക്കണത്. അവരൊക്കെ ഇട്ടിച്ചു പൊളിച്ച് ജീവിക്കണത് ഈ പുസ്തകം കയ്യിലുള്ളത് കൊണ്ടാണ്. അപ്പം അതുകൊണ്ട് ഉടമ്പടി എന്ന് പറയണത്, പ്രത്യേകിച്ച് നോൻപ് കാലം കൂടി ആകുമ്പോൾ ഇനി വചനം വായിക്കുകയും പ്രാർത്ഥിക്കുകയും. ചിലരിങ്ങനെ ഒറ്റടിക്കും കൂടെ വായിച്ചു പോകും. ഒറ്റടിക്ക് വായിക്കണതിന് കുഴപ്പമില്ല, പക്ഷേ അഭിഷേകം ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണം. വചനം വായിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ മനസ്സൊക്കെ ഇങ്ങനെ സന്തോഷം കൊണ്ട് ഇങ്ങനെ നിറയും, രൂപങ്ങളൊക്കെ ഇങ്ങനെ എഴുന്നു നിൽക്കും, കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞു വരും, ദൈവസ്നേഹം ഇങ്ങനെ എടുത്ത് തുളുമ്പും. അങ്ങനെ ഒരു ടീച്ചറാണെങ്കിൽ കണ്ടിന്യൂ ആയിട്ട് വായിക്കാൻ പറ്റും, അത് തീരണ വരെ വായിക്കാൻ പറ്റും. അങ്ങനെ ഇല്ലെന്നുണ്ടെങ്കിൽ 2 മിനിറ്റ് വായിക്കുക, ഒരു സ്വർഗ്ഗസ്ഥനായ പിതാവേ ചെല്ലുക, ഒരു നന്മ നിറഞ്ഞവരെയും ചെല്ലുക, പിന്നെയും 2 മിനിറ്റ് വായിക്കുക. അങ്ങനെ വായിച്ച് പോകുമ്പോൾ എപ്പോഴാണ് നമുക്ക് നിർത്താൻ തോന്നുന്നത് അപ്പം നിർത്തിയിട്ട് പോവുക. അല്ലെങ്കിൽ അരമണിക്കൂർ വായിക്കണമെന്നുണ്ട്, ഭാഷ നോക്കി സ്വയം വായിച്ച്, ആവാസം നോക്കി സമയം വായിച്ച്, അങ്ങനെ ദൈവത്തിന് കൈയും കാലും കടിച്ച് ഭീഷണിപ്പെടുത്തരുത്. അതല്ല, അതൊരു വായിക്കുന്ന ഒരു സമയത്ത് 5 മിനിറ്റ് വായിച്ച് ശ്രദ്ധയോടെ വായിച്ച് സ്നേഹത്തോടെ വായിച്ചു ഓവർ. പിന്നെ നമുക്ക് സമയം കിട്ടുമ്പോൾ ഒന്നും പോയി വായിക്കണം. നിങ്ങൾക്ക് അനോയിൻറ്റിങ് ഫീൽ ഉണ്ടെങ്കിൽ മാത്രമേ കണ്ടിന്യൂ ചെയ്യാവൂ, അല്ലെങ്കിൽ നിങ്ങൾ സാങ്കേതിക വായനക്കാരായി പോകും. നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ, ഓക്കെ ഞാൻ കർത്താവിൻ്റെ കൂടെയാണ്, കർത്താവ് എന്നോട് സംസാരിക്കുന്നുണ്ട്, ഞാൻ കർത്താവിനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ തോന്നുകയാണെങ്കിൽ യു ക്യാൻ കണ്ടിന്യൂ ദ റീഡിങ്. അല്ലെങ്കിൽ നിങ്ങളത് സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ ജോലിക്ക് പോവുക, എന്നിട്ട് ബാക്കിയുള്ളത് പിന്നെ ഒന്ന് ചെയ്യുക, അങ്ങനെ ചെയ്യുക. പക്ഷേ എന്നാൽ ഈ വചനത്തോട് ടച്ച് ചെയ്ത് നിൽക്കണം. ഇതെന്ത് സംഭവം എന്നറിയാമോ? നമ്മളിങ്ങനെ ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ, ഇങ്ങനെ നമ്മൾ ദൈവത്തിൻ്റെ കൂടെയാണെന്ന് ദൈവത്തിന് തോന്നുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ തോന്നിക്കഴിഞ്ഞാലുണ്ടല്ലോ എൻ്റെ മക്കൾ, നിങ്ങളിപ്പോൾ ചിന്തിക്കണത് എന്താണെന്നറിയാമോ? പിന്നെ അച്ഛനിങ്ങനെ പറഞ്ഞു, അച്ഛന് സമയമുണ്ട്, അച്ഛൻ വചനം വായിച്ചാൽ വീട്ടിൽ എന്തെല്ലാം പ്രശ്നം, മരുമകൾ തന്നെ പ്രശ്നമാണ് അവൾ. പിന്നെ ഉണ്ട് ഇപ്പോൾ അവൾ ബാംഗ്ലൂർ പോയി ആരാണ്ടനെ ലൈൻ അടിച്ചെന്ന് കേട്ടു, ഇനി അതിൻ്റെ പ്രശ്നമാണ്. ഇങ്ങനെ 100,000 അതായത് ബാങ്കിൽ പഠിക്കാൻ വിട്ട മോളെ അവൾ ലാൽ ബാഗിൽ പോയി എന്താ നമ്പർ കാണിച്ചതെന്നേ പറയണത്. അതെല്ലാം മെസ്സേജ് വന്നിട്ടുണ്ട്, അമ്മ ഇതുകൊണ്ട് വിഷമിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് അപ്പം കുടിച്ചുകൊണ്ട് വരുന്നത്. ഇങ്ങനെ 100,000 സ്ഥലത്താണ് നമ്മ നിൽക്കണത്. അച്ഛനിങ്ങനെ വായിക്കാൻ പറഞ്ഞാൽ എങ്ങനെ വായിക്കാനാണ്, മുഴുവൻ പിശാചാണ് എന്നതെന്ന് പറയും. ഇതൊക്കെ ഞാൻ സമ്മതിച്ചു. പക്ഷേ നിങ്ങൾ ദൈവത്തിൻ്റെ കൂടെയാണെന്ന് ആദ്യത്തെ തന്ത്രം എന്ന് പറയണത്, എന്നിട്ട് നടപടി, നിങ്ങൾ ദൈവത്തിൻ്റെ കൂടെയാണെന്ന്
ദൈവത്തെ ഒന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് ആദ്യ നടപടി. ഇപ്പം ഞാൻ അനിത ടോമിയുടെ കാര്യം പറഞ്ഞില്ലേ, അനിത ടോമി കുറച്ച് കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ കൂടെ മാത്രമായി. കർത്താവിനെക്കുറിച്ച് ചിന്തിക്കുന്നു, പരിശുദ്ധ അമ്മയെക്കുറിച്ച് ചിന്തിക്കുന്നു, രോഗികളെക്കുറിച്ച് ചിന്തിക്കുന്നു, അനാഥരെക്കുറിച്ച് ചിന്തിക്കുന്നു, ഭർത്താവും ഭാര്യയും കൂടി ജോലി ശുശ്രൂഷ ചെയ്യുന്നു. അങ്ങനെ അവർ കർത്താവിൻ്റെ ജീവിതം ജീവിക്കാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്നൊരു ഫോൺ കോൾ. അനിത പറയണേ, ആ ഒറ്റ ഫോൺ കോളിലൂടെ ഞങ്ങളുടെ കുടുംബ പ്രശ്നം മൊത്തം തീർന്നെന്ന്. അപ്പോൾ എൻ്റെ അടുത്ത അത് ആ സാക്ഷ്യം കേട്ടപ്പോൾ എനിക്കെന്ത് തോന്നുന്നറിയാവോ, അനിത എന്തുമാത്രം അനിതയെ ഡിപ്രഷനാക്കി കൊണ്ടുപോയി സൈക്കാട്രി തള്ളിയത് ഈ കുടുംബ പ്രശ്നമാണ്. പക്ഷെ നിന്റെ ദൈവത്തിന് നിന്റെ പ്രശ്നം തീർക്കാൻ ഒരു ഫോൺ കോൾ മാത്രം മതി. കൈയടിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. എന്താണ്? നീ അഗ്നിയിലൂടെ നടക്കും. പറഞ്ഞേ, നീ അഗ്നിയിലൂടെ നടക്കും, അഗ്നി നിന്നെ വിഴുങ്ങുകയില്ല. ആ ദൈവം പറയണതാണ്, വിഴുങ്ങണ്ടെന്ന് പറയണതാ. വിഴുങ്ങണ്ടെന്ന് പറയും. നമ്മൾ പ്രശ്നങ്ങളെ നമ്മളെ വിഴുങ്ങി. ഇപ്പം യോനാനെ സിമിംഗലം വിഴുങ്ങിയില്ലേ? എന്നിട്ട് അത് ദഹിച്ചില്ലല്ല. യോനാനെ തിമിംഗലം വിഴുങ്ങി. കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ ഞാൻ താമസിച്ചത് ഇസ്രയേലിൽ ധ്യാനിപ്പിക്കാൻ പോയപ്പോൾ താമസിച്ചത് ഈ കടലിൻ്റെ അരികിലാണ്. ഒരു മല മുകളിൽ ഒരു കുന്നിൻ്റെ മുകളിൽ കടലിൻ്റെ മുകളിൽ ഒരു കുന്ന്, കടലിൻ്റെ അരികിൽ. അപ്പോൾ അവിടെ ഒരു ജോപ്പ നഗരത്തിലാണ് താമസിച്ചത്. അപ്പോൾ അവിടെ നിന്നിട്ട് അവിടുത്തെ അച്ഛൻ പറഞ്ഞത്, ആ കാണുന്ന തീരമില്ല, ജനലക്കിടന്ന് ജനലും താഴേട്ട് കടലിൻ്റെ അരികിലേക്ക് അത് നോക്കുമ്പോൾ അവിടെയാണ് ജോന കൊണ്ടുവന്ന് തിമിംഗലം കൊണ്ടുവന്ന് ജോനാനെ കലക്കിയിട്ടിരിക്കുന്ന സ്ഥലമാണെന്ന് പറഞ്ഞു എന്നോട്. അപ്പോൾ ഞാൻ കുറേ നേരം നോക്കി, പിറ്റേ ദിവസവും നോക്കി, ഇങ്ങോട്ട് പോരണവർ നോക്കിക്കൊണ്ട് നിന്ന്. എന്നുവെച്ചാൽ അത്രയ്ക്ക് ഭയങ്കര സുന്ദരമാണ്. നമ്മൾ കർത്താവ് വലിയ വലിയ കാര്യങ്ങൾ ചെയ്ത സ്ഥലത്ത് പോണതേ വലിയൊരു ഭാഗ്യമാണ് ശരിക്കും. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇപ്പം ഞാനെപ്പോഴും ഓർക്കുകയെ, ഈ തിമിംഗലം വിഴുങ്ങിയത് സത്യമാണ്, പക്ഷേ ദഹിക്കാൻ കർത്താവ് അനുവദിച്ചില്ല. അതാണ് വിഷയം. അത് തന്നെയാണ് ഈ ഐസയ പറയണത്. നീ അഗ്നിയുടെ നടക്കും, പക്ഷെ അഗ്നി നിന്നെ ദഹിപ്പിക്കാൻ ഞാൻ അനുവദിക്കത്തില്ല. കർത്താവ് ആദ്യം ചെയ്യണ വിഷയം എന്താണെന്ന് അറിയുമോ? നീ ഉടമ്പടിയിലോട്ട് വന്നു കഴിയുമ്പോൾ കർത്താവ് ചെയ്യണത് എന്താണ്? നിന്നെ പൊള്ളലേൽപ്പിക്കാത്ത രീതി. തീ കത്തിക്കൊണ്ടിരിക്കും, പക്ഷെ പൊള്ളലേൽപ്പിക്കുക. ദാനിയേലും അങ്ങനെയാണ്. ദാനിയേലിനെ കൊണ്ട് ഈ ക്രിസ്തുമുഖക്കുഴിയിലൊക്കെ ഇട്ടതല്ലേ. അതുപോലെ തന്നെ ബെൽത്താസർ രാജാവിന്, അതുപോലെ തന്നെ ഇവരെ കൊണ്ടുപോയി തീക്കുണ്ടത്തിൽ ഇട്ടതല്ലേ. ആ സമയത്തൊക്കെ തീ കത്തും, പക്ഷേ പൊള്ളലേക്കത്തില്ല. ദൈവം എപ്പോഴും ചെയ്യേണ്ടത് മഹാസംഭവങ്ങളാണ്. ഇപ്പം ഈ അനിത ടോമിയുടെ കാര്യം തന്നെ എടുത്ത് 2 മുഴ കാണും. ആ മുഴക്ക് ക്യാൻസർ ഇല്ല. കാണാത്തൊരു മുഴയുണ്ട്, അതിൻ്റെ അടിയിലാണ്, അത് കാണാൻ പറ്റില്ല, അതിന് ക്യാൻസറുണ്ട്. കണ്ട മുഴക്ക് ക്യാൻസർ ഇല്ല. കാണാത്ത മുഴ അവളെ അറിയിക്കാതെ കർത്താവ് കൊണ്ടുനടന്ന് ക്യാൻസറായിട്ട്. എന്നിട്ട് സമയം കിട്ടിയപ്പോൾ അവൾ കർത്താവിലേക്ക് തിരിഞ്ഞു വന്ന സമയത്ത് എന്ത് ചെയ്ത്, അത് ബയോപ്സി ചെയ്ത് കഴിഞ്ഞപ്പോഴേ ആണ് നമ്മൾ അറിയണത് നെഗറ്റീവാണെന്ന്. പക്ഷേ ഇവൾ പറയണത് എന്ത് വിഷയം, അത് പോസിറ്റീവാണെന്ന്. ഇവളെന്താ പറയണമെന്ന് അറിയാമോ? ഇവൾ അപകടത്തിലാണെന്ന് എനിക്ക് മനസ്സിലായത്. ഇങ്ങനെ ഇത് FNAC ചെയ്തപ്പോഴേ ഇത് പോസിറ്റീവാണ്, ക്യാൻസർ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴേ ഇതിന് FNACക്ക് ടെസ്റ്റ് കൊടുത്ത് വിട്ടില്ലേ. അപ്പോൾ എല്ലാവരും വന്നിട്ട് FNAC ടെസ്റ്റ് കഴിഞ്ഞാൽ എന്നെ കണ്ടിട്ട് പറയും, അച്ഛാ FNACക്ക് പോയിട്ടുണ്ട്, ബയോപ്സിക്ക് പോയിട്ടുണ്ട്, അച്ഛാ പ്രാർത്ഥിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് കരയും. ഇവർക്ക് ഈ കരച്ചിൽ പോലും വരണില്ല. എന്താ കാരണം എന്നറിയാവോ? ഇവൾ മടുത്തു, ചാകട്ടെന്ന രീതിയിലാക്കിപ്പോയി. പിടിവിട്ടേ, ആളിൻ്റെ ജീവിതം പിടിവിട്ട് പോയി. പ്രാർത്ഥിക്കാൻ പോലും തോന്നത്തില്ല. ഇപ്പം നമ്മളെ കൈയും കാലും മുങ്ങിപ്പോണ ആൾ കൈയും കാലോട്ട് അടിക്കണ്ടേ? ആ മുങ്ങട്ടെ, ചാകട്ടെ, എവിടെയെങ്കിലും പോയി അടിയട്ടെ. മനസ്സിടിഞ്ഞു പോയി. അതാണ് ഡിപ്രഷൻ എന്ന് പറയണത്. അങ്ങനെ നമ്മളെക്കൊണ്ട് തന്നെ നമ്മളെ രക്ഷിക്കാനുള്ള എല്ലാ ഇച്ഛാശക്തിയും കെട്ട് കഴിയുമ്പോഴും ദൈവം എന്താ പറയണത്? നിനക്ക് തന്നെ നിന്നെ വേണ്ടെങ്കിലും എനിക്ക് നിന്നെ വേണമെന്ന്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. അപ്പൊ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കും, ദൈവവിശ്വാസം എന്ന് പറയണത് ഒരു ഭയങ്കര ദൈവാനുഗ്രഹം തന്നെയാണ്. കാര്യം ഇപ്പം നിനക്ക് കടമാണ്. വീട്ടിലാണെങ്കിലും നമുക്കറിയാവില്ല, കടം വന്നു കഴിയുമ്പോൾ മക്കളും ഭാര്യയും എല്ലാം ഈ അപ്പന്മാരെ ഒറ്റപ്പെടുത്തും. അപ്പോൾ അപ്പന്മാർക്ക് തോന്നും വല്ലപാടും എഴുതി പോയാൽ മതിയായിരുന്നു. അപ്പോൾ അമ്മയും മക്കളും ഒരു പാഠം പഠിക്കുമല്ല. എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ നീ അറിയണം. ഇപ്പം നിനക്ക് ഇപ്പോൾ പൈസ കിട്ടണില്ല, നിനക്ക് കടമാണെന്ന് പറയുമ്പോൾ പിള്ളേർക്ക് എക്സ്കർഷന് പോകണമെങ്കിൽ സമയത്ത് പൈസ ചോദിച്ചാൽ കൊടുത്തില്ലെങ്കിൽ
നമ്മൾ 1000 എക്സ്കർഷന് പിള്ളേർക്ക് പൈസ കൊടുത്തിട്ടുണ്ട്. അവസാനത്തെ എക്സ്കർഷന് പൈസ കൊടുത്തില്ലെങ്കിൽ ഈ പെരിച്ചാഴ് അപ്പനല്ല എന്ന് പറയും. അത്രയേ ഉള്ളൂ മക്കളെന്നൊക്കെ പറയണത്. നിങ്ങളെ മക്കളെ വളർത്തി പഠിക്കുന്നവരോട് ഞാൻ പറഞ്ഞു തരികയാണ്, ഞാൻ പല മക്കളെ കണ്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആനയാണ് പാലാണ് തേനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ ദൈവത്തെ പോലും പറഞ്ഞുകൊണ്ട് ഇവർക്ക് വേണ്ടി ജീവിക്കുകയാണ്. പക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു, നമ്മുടെ ജീവിതത്തിന് കാശിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അന്ന് ഈ ബന്ധങ്ങളെല്ലാം ഗോവിന്ദ. അതാണ് വിഷയം. അപ്പം അതുകൊണ്ട് തന്നെ ആദ്യമേ തന്നെ നിങ്ങൾ ജാമ്യം എടുക്കണം എനിക്ക് നല്ലത്. അതുകൊണ്ടാണ് ദൈവം പറയണത്, കർത്താവ് ചോദിക്കില്ലേ, നിൻ്റെ ഭർത്താവിനേക്കാളും നിൻ്റെ ഭാര്യയെക്കാളും മക്കളെക്കാളും എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ദൈവം ചോദിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ സ്നേഹിക്കാൻ വേണ്ടി മാത്രം അവൻ പോന്നവനാണ്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. എല്ലാ ഉച്ഛിഷ്ടമായി കണക്കാക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് വിശ്വസിക്കാൻ തോന്നണത് തന്നെ ഒരു ദൈവാനുഗ്രഹത്തിൻ്റെ ലക്ഷണമാണ്. പിന്നെ നിങ്ങൾക്ക് കറണ്ട് ഉണ്ട്, സിംഗിൾ ഫേസ് ആണെങ്കിലും ഉണ്ട്. ഇനി നിങ്ങളത് ബൂസ്റ്റ് ചെയ്ത് ഉടമ്പടിയിലോട്ട് വരുമ്പോൾ പെട്ടെന്നാണ് കത്തിപ്പിടിക്കണത്. അപ്പോൾ നിങ്ങൾ ഇതിനെല്ലാത്തിനെയും അതിജീവിക്കും. ഒരു കാര്യം നമ്മൾ അനിത എന്ന് മനസ്സിലാക്കിയ കാര്യം വെച്ചാൽ അവൾക്ക് തന്നെ അവളെ വേണ്ടാത്ത സമയമുണ്ടായിരുന്നു. അവൾക്ക് തന്നെ അവളെ വേണ്ടാത്ത സമയം. അതാണ് ഇങ്ങനെ ഡിപ്രഷൻ അടിച്ചിട്ട് മരിക്കട്ടെ, ആർക്ക് ചെയ്താം, എനിക്ക് ചെയ്താവില്ല, പിന്നെ എന്തിനാ നാട്ടുകാർക്ക് ചെയ്താം എന്ന രീതിയിലേക്ക് വരുമ്പോഴും എന്താ പറ്റണത്, ആ ദൈവത്തിൻ്റെ കുടുംബത്തിൽ, ഞാനിപ്പോൾ ഈ കുടുംബത്തിൻ്റെ ആധ്യാത്മികത എപ്പോഴും പറയുന്നത്, എൻ്റെ മക്കളെ, കുടുംബത്തിൽ ഇപ്പം പല വ്യക്തികൾക്കും പല സമയത്താണ് ഇതുപോലെ ന്യൂനമർദ്ദം ഉണ്ടാകണതേ. ന്യൂനമർദ്ദമാണല്ല നമുക്ക്, അതായത് നമ്മുടെ പവറെല്ലാം വേറെ സ്ഥലത്തേക്ക് പോവുകയും നമ്മൾ നിസ്സഹായമായി നിൽക്കുകയും ചെയ്യുമ്പോൾ മരണബോധം വന്ന് വലിച്ച് ഇവിടെ നമ്മൾക്ക് കയറി വരും. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ആത്മഹത്യനൊക്കെ തോന്നുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾക്ക് ഒരു കൃപ നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ ഇപ്പം ആചാരമൊക്കെ നടത്താം, പള്ളിയിൽ പോകാം, കുർബാനയ്ക്കുള്ള നടത്താം. ഇപ്പം ഞാൻ ചില സമയത്ത് ഓർക്കുവേ, ഈ കുർബാനയ്ക്കുള്ളപ്പാട്, പ്രത്യേകിച്ച് ലത്തീങ്കാരുടെ ഇടയിലുള്ള കുർബാനയ്ക്കുള്ളപ്പാട് ഒരു 1.5 കുർബാനയ്ക്കുള്ളപ്പാടാണ്. അതിനേക്കാൾ നല്ല കല്യാണം കഴിക്കണം എന്ന് തോന്നണം. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഒരു കല്യാണ വീട് പോലെയാണ്. പണ്ട് ഇത്രയും പ്രശ്നങ്ങളില്ലായിരുന്നു. പണ്ട് കുർബാനയ്ക്കുള്ളപ്പാടിന് തലതൊട്ടപ്പനും വരുന്നു, പള്ളിയിൽ കൊണ്ടുപോകുന്നു, തിരിച്ചു വരുന്നു, തീർന്നു, ഒരു കാപ്പി കൂടി കൊണ്ട് ചാപ്റ്റർ ക്ലോസ് ചെയ്യും. ഇന്നിപ്പോൾ 2.5 ലക്ഷം രൂപയൊക്കെ കടവാണ്. ഈശോ വന്നതിൻ്റെ പേരിൽ ഇവരെല്ലാം പിശാചുക്കളായിട്ട് മാറും. ഈശോ ആ കുടുംബത്തിൽ വന്നതിൻ്റെ പേരിൽ മാത്രം അമ്മയും അപ്പനും എല്ലാം പിശാചുക്കളായിട്ട് മാറും. ആ 2-3 ആഴ്ച ആ വീട്ടിലെ അവസ്ഥ കാണണം നിങ്ങൾ. മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് ദൈവത്തെ ചതിക്കണതാണത്. ഇങ്ങനെ കുർബാനയ്ക്കുള്ളപ്പാട് നടത്തി പാവികളായ ഭണ്ഡാരങ്ങൾ കുറേ എണ്ണം ഉണ്ട് സഭയിൽ. അപ്പം ഇങ്ങനെ നിങ്ങളിതെല്ലാം കണ്ടിട്ട് ഓരോ സംഭവങ്ങൾ കഴിയുമ്പോൾ ഇവർ വിശുദ്ധരാണെന്നോ ദൈവത്തിന് അടുപ്പമുണ്ടെന്നോ ഒന്നും അർത്ഥമില്ല. ഓരോ ആചാരങ്ങളും അർത്ഥം അറിയാതെ ആചരിച്ച് അനാചാരങ്ങളാക്കിയിട്ട് ആത്മഹത്യ ചെയ്യണ ആൾക്കാർ ചെയ്യണത്. യഥാർത്ഥത്തിലുള്ള അരൂപിയിലാണ് ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പ്രൊട്ടക്ഷൻ കിട്ടും, നമുക്ക് ഒരു സംരക്ഷണം കിട്ടും ദൈവത്തിൻ്റെ. ഇപ്പം അനിത ടോമിയെ ദൈവം സംരക്ഷിച്ചില്ലേ? അവൾക്ക് പോലും അവളെ വേണ്ടാത്ത സമയമായില്ല. അവൾക്ക് പോലും അവളെ വേണ്ട, അവൾക്ക് ഡിപ്രഷനാണ്. അപ്പോൾ അവൾ പറയണത് ചാകട്ടെ, ഒരു മരുന്നും വേണ്ട എന്ന് പറയുമ്പോഴാണ് മനസ്സിൽ തോന്നും, ആരെങ്കിലും ഈശോനോട് ബന്ധമുള്ള ആരോടെങ്കിലും ഒന്ന് സംസാരിച്ചാൽ കൊള്ളാമായിരുന്നു. അപ്പോഴേ എന്താണ്, മാതാവ് കൊണ്ടുവന്ന് റീനയെ കൊടുക്കുകയാണ്. ഇതാണ് നീ പറഞ്ഞ ആൾ. അത് തന്നെ, റീന അച്ഛനുമല്ല കന്യാസ്ത്രീയുമല്ല, ഒരു വീട്ടമ്മയാണ്. പക്ഷെ എന്താണ്, പവേഡാണ് ആൾ, പവേഡാണ്. അപ്പോൾ പറഞ്ഞ നിനക്ക് ഡിപ്രഷൻ ഇല്ല, കണ്ടാ സുവിശേഷം പോണ പോക്ക് കണ്ടല്ല, നിനക്ക് ഡിപ്രഷൻ ഇല്ല, നീ കൃപാസ അമ്മയുടെ കാര്യം ചവിട്ട്, മണ്ണി ചവിട്ട്. പിന്നെ എന്താണ് അമ്മ തീരുമാനിച്ചോളൂ. അമ്മ തീരുമാനിക്കുമ്പോൾ എന്താ പറയണത്, വന്ന് സാക്ഷ്യം പറഞ്ഞോളാൻ പറയുക. അമ്മ തീരുമാനിച്ച് അപ്പം തന്നെ പച്ചക്ക് വരക്കും, പച്ചക്ക് അപ്പം തന്നെ മഷിയുടെ വരക്കും. ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നിനക്ക് നിന്നെ വേണ്ടെങ്കിലും അതല്ലേ ബൈബിൾ പറയണത്.
യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. ഹെബ്രായർ 13:5. ഹെബ്രായർ 13:5. ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതാണ് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതെപ്പോഴും ഓർക്കണം നമ്മള്. അവർ നേരത്തെ പറഞ്ഞതാണത്. ഞാൻ ഒരു കാരണവശാലും നിന്നെ ഉപേക്ഷിക്കുകയോ അവഗണിക്കുകയോ ചെയ്യത്തില്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ടാണ് നേരത്തെ ഉള്ള അവിടുത്തെ വാക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് അനിത ടോമിക്ക് അവളെ തന്നെ വേണ്ടെങ്കിലും ദൈവത്തിന് അവളെ വേണമെന്നും പറഞ്ഞ് ചേർത്ത് പിടിക്കണത്. ഇതിൻ്റെ ഈ ചേർത്ത് പിടിക്കൽ തന്നെ ഉടമ്പടിയിലോട്ട് വരുമ്പോൾ ദൈവം ഒരു കാലത്ത് നിന്നെ കൈവിടാതെ പിടിക്കുക തന്നെയല്ല, ആ വിഷയം നീ കൈകാര്യം ചെയ്യുന്നവരെ നിൻ്റെ കൂടെ നിന്നുകൊണ്ട് സഞ്ചാരിമാരെ കൈകാര്യം ചെയ്തുകൊണ്ട് നിന്നെ ഉയർത്തി അവളെ അനിത ടോമിയെ പൂർണ്ണമായി സുഖപ്പെടുത്തി അവിടെ കുടുംബ പ്രശ്നങ്ങൾ പരിഹരിച്ചു, അവളുടെ കുടുംബജീവിതം ക്രമീകരിച്ചു, അവളെ വിശുദ്ധീകരിച്ചു, അവളെ സാക്ഷിയാക്കി. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഈ ആരാധനയിലൊക്കെ പറയുന്ന സന്ദേശങ്ങളെല്ലാം പിന്നീട് സാക്ഷ്യമായിട്ട് വരുന്നുണ്ട്. ഇന്നലെയും ഒരു സാക്ഷ്യം വന്നായിരുന്നു. ആരാധനയിൽ നൽകിയ സന്ദേശമാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസത്തോടെ വേണം ഇതെല്ലാം ചെയ്യാൻ. അച്ഛൻ പ്രാർത്ഥിക്കും, മക്കള് അറിയാവുന്നൊരു വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ട് സ്വരുതി പ്രാർത്ഥിക്കണം, അല്ലാത്ത സ്തുതിക്കണം. രോഗത്തിൻ്റെ ഓരോ രോഗങ്ങൾ അച്ഛൻ പറയുന്നത് നിങ്ങളെ കൈകൾ മാറ്റി അച്ഛൻ്റെ പ്രാർത്ഥനയുമായിട്ട് കർത്താവ് തരണമനുസരിച്ച് മുന്നോട്ട് പോകും. നിങ്ങളെന്ത് ചെയ്യണം? നിങ്ങൾക്കുള്ള രോഗങ്ങൾ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ കൈ മാറ്റി വെച്ചുകൊണ്ട് വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കണം. അല്ല ഒരു സ്ഥലത്ത് തന്നെ കൈവച്ചുകൊണ്ടിരിക്കരുത്. രോഗമുള്ളവരുണ്ട്, ചിലപ്പോൾ ഗർഭാശയ രോഗികളുണ്ടാകും, ചിലപ്പോൾ കിഡ്നി രോഗികളുണ്ടാകും, അല്ലെങ്കിൽ ഗ്ലോയിറ്ററിൻ്റെ അസുഖമുള്ളവരുണ്ടാകും, ചിലപ്പോൾ നടുവേദനക്കാരുണ്ടാകും. അപ്പോൾ ഒരാൾക്ക് തന്നെ പല രോഗങ്ങളുണ്ടാകും. അവർ കർത്താവിൻ്റെ നാമത്തിൽ കൈകൾ മാറ്റി വെച്ചുകൊണ്ടിരിക്കണം. കർത്താവേ, നമുക്ക് പ്രാർത്ഥിക്കാൻ തുടങ്ങാം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ 39 വർഷം അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതാൽ കർത്താവിന് തിരുമുറുവാർന്ന വലതുകരം, കർത്താവിന് തിരുമുറുവാർന്ന വലതുകരം, അനുഗ്രഹത്തിന്റെ അത്ഭുതകരം നിങ്ങളുടെ ശിരസിൽ വെക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന് തിരുമുറുവാർന്ന വലതുകരം, അനുഗ്രഹത്തിന്റെ അത്ഭുതകരം, അണിപ്രധാന അത്ഭുതകരം നിങ്ങളുടെ ശിരസിൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കർത്താവേ, അടുപ്പിട പോലെ വൈദ്യാഘാതം പോലെ ദൈവികമായ ശക്തി നിങ്ങളിലേക്ക് ആവശ്യിക്കട്ടെ. ഈശോ, 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 നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. ഉദരരോഗികളെ നീ സുഖപ്പെടുത്തണമേ കർത്താവേ. മഹോരോഗ്യ സുഖപ്പെടുത്തണമേ കർത്താവേ. കരരോഗികളെ സുഖപ്പെടുത്തണമേ കർത്താവേ. ഹൃദയത്തെ സ്പർശിക്കണമേ, ആത്മറിയെ സ്പർശിക്കണമേ കർത്താവേ. ചെണ്ടിട്ടിരിക്കുന്നവരെ സ്പർശിക്കണമേ കർത്താവേ. 5 ഭാഷ ചെയ്തവരെ സ്പർശിക്കണമേ കർത്താവേ. ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളൊക്കെ അടിപ്പിണർ പോലെ വൈദാഖാനം പോലെ ദൈവികമായ ശക്തി അരിച്ചിറങ്ങട്ടെ. ശ്രദ്ധിക്കട്ടെ. നാമത്തില്, സഭയുടെ അധികാരത്തില്, കുരിശിന്റെ അടയാളത്തില്, നടുവേദനകള്, കിഡ്നി രോഗങ്ങള്, ആമാശ രോഗങ്ങള്, ചെറുകിട രോഗങ്ങള്, പിസ്റ്റോഡിയ രോഗങ്ങള്, പിസ്റ്റുല രോഗങ്ങള്, ഗർഭാശയ രോഗങ്ങള്, അണ്ടാശയ രോഗങ്ങള്, നടുവിന്റെ വേദനകള്
യേശു ക്രിസ്തുവിന്റെ നാമത്തില്, യേശു ക്രിസ്തു നാമത്തില് മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ രോഗങ്ങളും സുഖപ്പെട്ടുകൊണ്ട് ആരാധനയിലൂടെ നാമത്തെ വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ, മഹത്വം, മഹത്വം. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, അമ്മ മാതാവ് മധ്യസ്ഥം വഹിച്ച മാതാവിന്റെ പ്രത്യക്ഷ ദർശനം നൽകിയ വിശുദ്ധമായ അൾത്താറയിൽ നടക്കുന്ന ആരാധനയിലാണ് ഈ ജീവിത ദുരിതങ്ങൾക്കെതിരെയുള്ള ദൈവികമായ ശാസ്ത്ര പ്രാർത്ഥന നടക്കുന്നതെന്ന് ഓർക്കണം നിങ്ങൾ. എന്നിട്ട് നിങ്ങൾ വിശ്വാസത്തോടെ വേണം പ്രാർത്ഥിക്കാൻ. ഒറ്റ പ്രാർത്ഥന പോലും കൃപാസ്ഥാനത്താരെ പാഴായി പോകത്തില്ല. കാര്യം അതിന്റെ എല്ലാം മുദ്ര വെച്ചിരിക്കുന്ന അമ്മയുടെ പ്രത്യക്ഷ കടമാണ്. കൈയടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ. സ്വർത്തി പ്രാർത്ഥിക്കുക, സ്വർത്തി പാടുക. അരികിൽ വരണം. എന്റെ മക്കളെ, ജോലിയില്ലാത്തവർക്ക് വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. ജോലി നഷ്ടപ്പെട്ടവരെ ജോലി കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടി ക്യാൻസലാകാത്ത ലിസ്റ്റിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്നവരുണ്ട്. അവരെ ഇപ്പോൾ ആരാധനയെ സമർപ്പിക്കുന്നു. വിസ ഒത്തുവരാത്തവർ, വിസ നഷ്ടപ്പെട്ടവർ, വിസ പുതുക്കി കിട്ടാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണിത്. ഓരോ യാത്രയ്ക്ക് വേണ്ട, ജോലിക്ക് വേണ്ട രേഖകൾ സമാഹരിക്കുന്ന എല്ലാ വ്യക്തികളെയും ഇപ്പോൾ ഓർക്കുന്നു. അൾത്താറയിലെ യാത്രയ്ക്ക് വേണ്ട, ജോലിക്ക് വേണ്ട രേഖകൾ സമാഹരിക്കുന്നവർ ഓർക്കുന്നു. പരീക്ഷ എഴുതാൻ പോകുന്ന കുഞ്ഞുങ്ങളെ, എഴുതിക്കൊണ്ടിരിക്കുന്ന മക്കളെയും ഓർക്കുന്നു. അൾത്താറയിലെ നിങ്ങളുടെ കഴിവ് കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നിങ്ങൾ പഠിക്കുന്ന മാത്രം വരുവാനും പഠിക്കുന്നതെല്ലാം പരീക്ഷ പ്രതിഫലിപ്പിക്കുവാനും ദൈവത്തിന് അനന്തമായ കാരുണ്യം മാതാവിന്റെ മധ്യസ്ഥ നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, മക്കളില്ലാത്തവരെ, കൃപാസ്ഥാനത്താറ ഭയങ്കരമായ ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു ഇടമാണ്. 20 വർഷം, 22 വർഷം, 23 വർഷം, 25 വർഷം വരെ മക്കളില്ലാത്തവരെ ഒറ്റ ഉടമ്പടി കൊണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ടുവന്ന് മാതാവിന്റെ രൂപത്തിൽ നിന്ന സ്ഥലമാണിത്. കയ്യടിക്കട്ടെ, കയ്യടിക്കട്ടെ. ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവരെ, യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നവരെ, സ്ഥല വിൽപ്പന ആഗ്രഹിക്കുന്നവരെ, ജപ്തി നടപടി നേരിടുന്നവരെ, സ്ഥലം വാങ്ങുന്നതിനായി ആഗ്രഹിക്കുന്നവരെ, വീട് വിൽക്കാൻ ആഗ്രഹിക്കുന്നവർ, വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർ, വഴിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവർ, അങ്ങനെ എല്ലാ മേഖലകളും കർത്താവിൻ്റെ കരുണ, മാതാവിൻ്റെ മധ്യസ്ഥതയിൽ കർത്താവിൻ്റെ ശക്തിയാൽ എല്ലാ തടസ്സങ്ങളും മാറാൻ ഇടിമുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ. കിടപ്പ് രോഗികള്, മാരക രോഗികള്, തീരാവേദികള്, ജീവദുരിതങ്ങള്, ജീവ തടസ്സങ്ങള് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. പോയിക്കൊണ്ട് നാമത്തെ ആരാധനയിലൂടെ സുഖമായി
രണ്ടറിയിപ്പുകൾ. ഒന്ന്, കർത്താവിനെ നമ്മുടെ ഉടമ്പടിയിൽ നമ്മൾക്ക് ലഭിക്കാനുള്ളത് നമ്മുടെ നിയോഗമാണ്, പക്ഷെ ദൈവത്തിന് കൊടുക്കാനുള്ളത് സാക്ഷ്യമാണ്. അതുകൊണ്ട് തന്നെ സാക്ഷ്യം ഒരിക്കലും വെച്ചുകൊണ്ടിരിക്കരുത്. അത് കടമാണ്. പറയപ്പെടാത്ത സാക്ഷ്യം ദൈവദൃശ്യന് കടമായിട്ട് വരും. അതിന് നിൻ്റെ തരത്തിലുള്ള ഒരു മുട്ടായ യുക്തികളും വിലപ്പോകത്തില്ല. ദൈവത്തിന് അറിയാം കള്ളത്തരമാണെന്നറിയാം. അതുകൊണ്ട് പറഞ്ഞ കടം തീർക്കുക. പക്ഷെ സാക്ഷ്യം പറയാൻ വരുമ്പോൾ ആ സാക്ഷ്യത്തിന് യഥാർത്ഥ കക്ഷിയുടെ വീട്ടിലുണ്ട് അനുഭവിച്ച ആ സാക്ഷ്യത്തിൻ്റെ ആ പറയുന്ന വ്യക്തികൾ വീട്ടിലുണ്ടെങ്കിൽ അവരെ കൂട്ടിക്കൊണ്ടുവരണം. നിങ്ങൾ സാക്ഷ്യം വെടിപ്പായിട്ട് തന്നെ വീട്ടിൽ നിന്ന് എഴുതിയിട്ട് ഫസ്റ്റ് പോയിൻ്റ്, സെക്കൻഡ് പോയിൻ്റ്, തേർഡ് പോയിൻ്റ് അങ്ങ് എഴുതിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് കാണിക്കണം. അപ്പോൾ നല്ല സാക്ഷ്യങ്ങൾ ഇവിടെ പറയിപ്പിക്കും. നല്ല സാക്ഷ്യങ്ങൾ ആൾക്കാരുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി അപ്പ് ചെയ്യുകയും ചെയ്യും. രണ്ടാമത്തത് എപ്പോഴും ഞാൻ പറയാറുള്ളതാണ്, കൃപാസനം അച്ഛനോ കൃപാസനമോ ആരെയും പണം സമാഹരിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടില്ല. അപ്പം ഞങ്ങളുടെ പേരിൽ ഫേസ്ബുക്കിലെല്ലാം പറഞ്ഞ ഫേക്കാണ്. കൃപാസനത്തിൽ തന്നെ ആർക്കും നിങ്ങൾ ആ സെക്രട്ടറി എന്ന് പറഞ്ഞ വ്യക്തിക്ക് നിങ്ങൾ സംഭാവന ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കൊടുത്തിട്ട് അപ്പം തന്നെ രസീത് വാങ്ങിക്കണം. രസീത് പിന്നെ തരാമെന്ന് പറഞ്ഞാൽ തന്നെ ആ പൈസ പോക്കറ്റിൽ പോയി കള്ളത്തരമാണ്, അങ്ങേര് ഇതിൻ്റെ ആളല്ല, പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ വന്ന് ഇരിക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ മതി. കാര്യം കുറേ പേരൊക്കെ ഇങ്ങനെ ഓരോ കസേരൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു, നമുക്ക് ഈ തിരക്കിൻ്റെ ഇടയിൽ അറിയത്തില്ല. അപ്പം അതുകൊണ്ട് ഭയങ്കര ശ്രദ്ധിക്കണ വിഷയം. അതുപോലെ തന്നെയാണ് അച്ഛൻ വെഞ്ചരിച്ച തിരിയാണെന്നും പറഞ്ഞ് ഈ റോഡെ ചുറ്റിക്കൊണ്ട് നടന്ന് കൊടുക്കണത്. അന്ന് അച്ഛൻ വെഞ്ചരിച്ചതല്ല, ഉടമ്പടി തിരി എന്ന് പറഞ്ഞാണ് കൊടുക്കണവർ. ഉടമ്പടി തിരി അല്ലത്. അത് എവിടുന്ന് വേണ്ടി ചന്തയിൽ നിന്ന് വാങ്ങിച്ചിട്ട് അവർ വിതരണം ചെയ്യണതാണ്. അത് വിറ്റ് പോകാൻ വേണ്ടിയാണ് അച്ഛനെ പിടിച്ചവരുടെ ഇടയ്ക്ക് ഇടുന്നത്. നിങ്ങൾക്കറിയാവില്ല, ഉടമ്പടി നേർച്ച വസ്തുക്കളെല്ലാം കൗണ്ടറിൽ നിന്ന് മാത്രമേ കിട്ടത്തുള്ളൂ. അത് 10-20 പ്രാവശ്യം പ്രത്യേക വിഷയം വെച്ച് പ്രാർത്ഥിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ പുറത്തുനിന്ന് നിങ്ങൾ വാങ്ങിക്കുന്നതല്ല, വാങ്ങിക്കുക അതൊക്കെ നിങ്ങളുടെ കാശ് നിങ്ങൾക്ക് മേടിക്കും. അവർക്ക് അരി വെക്കും. പക്ഷേ അതിൻ്റെ അകത്ത് കൃപാസനത്തിനെ പിടിച്ചിടക്കരുത്. ഞങ്ങളത് ഇവിടെ വെഞ്ചരിച്ചതുമല്ല, അതുപോലെ കൃപാസനമായിട്ട് ഒരു ബന്ധവുമില്ല. അത് വീണ്ടും എല്ലാ ദിവസവും ഇനി പറഞ്ഞുകൊണ്ടിരിക്കും ഈ കാര്യങ്ങളെല്ലാം. കാര്യം ആൾക്കാർ ഒത്തിരി പേര് ചതിക്കപ്പെടുന്നുണ്ട്. പിന്നെ കൃപാസനത്തിൽ പ്രേക്ഷിത ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, യൂത്തായാലും ശരി, എന്നാലും ഒരു 40 വയസ്സിന് താഴെയുള്ളവരെ എല്ലാവരും കൃപാസനത്തിലെ അച്ഛൻ്റെ കൂടെ നിന്നുകൊണ്ട് ശുശ്രൂഷ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ അവർക്ക് ഓഫീസുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. 8281297511 ഈ നമ്പറിൽ വാട്സപ്പ് നമ്പറാണിത്. ഇതിൽ പ്രേക്ഷിത ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ നമ്പറിൽ വിളിച്ചാൽ മതി. ഈ നമ്പറിൽ വിളിച്ചിട്ട് അച്ഛനോടാണ് ചോദിക്കരുത് കേട്ടോ, ഇത് വാട്സപ്പ് നമ്പറാണിത്. അപ്പോൾ ഈ നമ്പർ നോക്കിയെടുത്തിട്ട് കൃപാസനത്തിൽ പ്രേക്ഷിത ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ 1 മാസം 1 വർഷമോ അതുപോലെ തന്നെ 5 വർഷമോ കൂടുതലോ ഈ ലൈഫ് ടൈമോ കർത്താവിൻ്റെ ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, നമുക്കറിയാം നമുക്ക് നല്ല സിസ്റ്റേഴ്സ് 6 പേരുണ്ട്, അടിപൊളിയാണ്. അവർ വർഷങ്ങളോളം കൃപാസനത്തിൽ താമസിച്ച പോലെയുള്ള ആധ്യാത്മിക അരൂപിയിലാണ് അവരിവിടെ ജീവിക്കണത്. അപ്പോൾ അവരുടെ കുറച്ച് പേരുടെയൊക്കെ ടൈം ഇപ്പോൾ അവർക്ക് പോകാൻ സമയമായി. അപ്പം അതുകൊണ്ട് പുതിയ സിസ്റ്റേഴ്സിനെ ശുശ്രൂഷയ്ക്ക് ആവശ്യമുണ്ട്. അപ്പോൾ സിസ്റ്റർ ഇത് കേൾക്കുന്നവർ സിസ്റ്റർമാരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ മഠത്തിൽ പുരുഷാനിൻ്റെ അനുവാദത്തോടു കൂടി പ്രത്യേക കത്ത് മുഖേന കൃപാസനമായിട്ട് ബന്ധപ്പെടാം. ഇവിടെ ഒരു മഠം നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട്, അവിടെയാണ് സിസ്റ്റർമാർ താമസിക്കുന്നത്. അവിടെ പ്രാർത്ഥനയ്ക്ക് ചാപ്പൽ അവിടെ ഉണ്ട്. എല്ലാം അവരെന്താണ് മഠത്തിൽ അവർ ജീവിച്ചുകൊണ്ടിരുന്നത് അത് തന്നെയാണ് ഇവിടെയും ജീവിക്കണത്. അപ്പം അതനുസരിച്ചിട്ട് സിസ്റ്റർമാർക്കും സ്വാഗതം. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. പ്രൈസ്. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. നിത്യാരാധനയിലൂടെ ഈശോ നമ്മളോട് സംസാരിച്ചത്, ഒരു കാരണവശാലും നിന്നെ ഞാൻ ഉപേക്ഷിക്കുകയോ അവഗണിക്കുകയോ ഇല്ല എന്നാണ്. ഈശോയെ, ഞങ്ങളുടെ അവസ്ഥ എന്തു തന്നെ ആയാലും മരിയൻ ഉടമ്പടി വഴിയായി സമയച്ചുരുക്കത്തിലൂടെ ഞങ്ങൾക്ക് സാക്ഷ്യം പറയാൻ പറ്റുമെന്ന് അനിത എന്ന മകളുടെ സാക്ഷ്യത്തിലൂടെ നീ സംസാരിക്കുകയായിരുന്നു. ദൈവമാതാവിൻ്റെ പ്രത്യേക മധ്യസ്ഥതയിൽ ഞങ്ങളിപ്പോൾ കടന്നു പോകുന്ന എല്ലാ ജീവിത ദുരിതങ്ങളെയും
സാക്ഷ്യമാക്കി, പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷ്യമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെയും അച്ഛൻ്റെ പ്രത്യേകമായ എല്ലാ മിഷൻ ദൗത്യങ്ങളെയും ആരോഗ്യത്തെയും അൾത്താരയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ശിരസ് നമിച്ച് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നും